ഏടനെ എവിടെ കൊടുക്കണം? മറ്റേ പട്ടാമ്പി കോളേജ് ഗ്രൗണ്ട് വലുതാ. പട്ടാമ്പി കോളേജ് ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തോട്ടെ. ഏതെങ്കിലും ആർട്സ് ക്ലബ്ബുകാരോ പ്രൈവറ്റ് ക്ലബ്ബുകാരോ കൊണ്ടുവരട്ടെ. ഞാൻ വേണേൽ കേൾക്കാൻ പോവാം. വേണേൽ ഞാൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് വിൽക്കാൻ കൂടാം. സർക്കാരിൻ്റെ പരിപാടിയിലരുത്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് വലുത് പറയാനുള്ളത് പട്ടാമ്പി കോളേജ് ഗ്രൗണ്ടാണ്. വേണം വരട്ടെ. ഞങ്ങളൊക്കെ സംഘാടകരാകണോ? ആവാം. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ സർക്കാർ പരിപാടിയിലാവരുത്. ഏതെങ്കിലും ആർട്സ് ക്ലബിൻ്റെ വകയായിക്കോട്ടെ, ഏതെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ വകയായിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് സംവിധാനത്തിലും ആർക്കും വരാം. ഈ സ്ത്രീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? സർക്കാർ എന്താ നിങ്ങൾക്ക് മാത്രമായിട്ട് തീരെഴുതി തന്നേക്കുവാണോ? അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണോ സർക്കാരിന് ശമ്പളവും ഒക്കെ കൊടുക്കുന്നത്? എന്തും വിളിച്ചു പറയാം എന്നുള്ള എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്ന എന്താ, ഈ ദളിതരാരും സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കരുതോ എന്നാണോ? അവർക്ക് വേണ്ടി എന്തോ പ്രത്യേകം പരിപാടി നിങ്ങൾ എവിടെ അറേഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേന് ഈ വോട്ട് ചോദിച്ച് എന്തിനാണ് ഈ മുക്കിലും മൂലയിലും കോളനിയിലും ഒക്കെ നിങ്ങൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം എന്താണ്? വോട്ടിന് മാത്രം എല്ലാവരും വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജാതി വിവേചനമായല്ലേ? നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ പിന്നെയും ഇങ്ങനെ ജാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോഴും ഈ സമൂഹത്തിൽ ജാതി വേർതിരിവും പിന്നെ മേലാളനും ഒക്കെ ഇപ്പോഴും ഇതിങ്ങനെ നടന്നു പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ